അപ്പോൾ ഇന്ന് പത്രവിശേഷങ്ങളും പത്ര അവലോകനവുമായിട്ട് നമുക്കിപ്പം ഉള്ളത് VS സനോജാണ്. സനോജ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നല്ലൊരു ഞായറാഴ്ചയാണ്. പക്ഷേ എല്ലാ മനുഷ്യരും ഇന്ന്, അതായത് ജോലിക്കൊക്കെ പോകുന്ന എല്ലാ മനുഷ്യന്മാരും ഇന്ന് വിശ്രമിക്കുന്ന ദിവസമാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഒരു വിശ്രമം ഇല്ല, വാർത്തകൾക്ക് അവധിയുമില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രവിശേഷങ്ങൾ തുടങ്ങിയാലോ? അതെ, തുടങ്ങാം. ന്യൂസ് മലയാളത്തിൻ്റെ പ്രേക്ഷകർക്ക് ശുഭദിനം ആശംസിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഞായറാഴ്ചയാണ്, അറിയാം എല്ലാവരും. അതിൻ്റെ അവധിയുടെ ആലസ്യത്തിലൊക്കെയാണ്. വാർത്തകൾ ധാരാളം ഉണ്ട്. ഇന്ന് പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എടുക്കുന്ന ദിവസം കൂടിയാണ്. കാരണം BJPയുടെ സംസ്ഥാന അധ്യക്ഷനുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ദിവസം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത. ഏതായാലും ഇന്നത്തെ പത്രങ്ങൾ നമുക്കറിയാം. ഇന്നലെ പ്രധാനപ്പെട്ട വാർത്തകൾ എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയിലെ മുഖ്യമന്ത്രിമാരുടെ യോഗമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട വാർത്തകളെല്ലാം തന്നെയാണ് എല്ലാ പത്രങ്ങളും ക്യാരി ചെയ്തിരിക്കുന്നത്. ഹിന്ദുവിൻ്റെ ഒന്നാം പേജിലെ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് അതാണ്. അതായത് സൗത്ത് സ്റ്റേറ്റ് സീക്ക് ഫ്രീ സോൺ LS സീറ്റ് കൗണ്ട് ഫോർ 25 years എന്ന് പറയുന്ന, അതായത് ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഈ ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത് മണ്ഡലങ്ങളുടെ പുനർനിർണയം ജനസംഖ്യ അടിസ്ഥാനത്തിലും വോട്ടർമാരുടെ നമ്പറിൻ്റെ ആനുപാതിക അടിസ്ഥാനത്തിലുമുള്ള മണ്ഡല പുനർനിർണയം സംബന്ധിച്ച് തീരുമാനം അത് ഇങ്ങനെ നടപ്പാക്കരുത്. ഇപ്പോൾ തൽക്കാലം അത് നീട്ടിക്കൊണ്ടു പോകാനുള്ള ഒരു അഭ്യർത്ഥന സൗത്ത് ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാർ നടത്തിയിരിക്കുന്നു. അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മാത്രമല്ല, എല്ലാ പത്രങ്ങളും, മലയാളത്തിലെയും സൗത്ത് ഇന്ത്യയിലെ പത്രങ്ങളെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട വാർത്തയായിട്ട് നൽകിയിരിക്കുന്നത്, ഹിന്ദു അടക്കമുള്ള പത്രങ്ങൾ നൽകിയിരിക്കുന്നത് പിണറായി വിജയൻ, അതുപോലെ MK സ്റ്റാലിൻ, ഭഗവത് മാൻ, ഒപ്പം തന്നെ രേവന്ത് റെഡ്ഡി അടക്കമുള്ളവരുടെ കഴിഞ്ഞ ദിവസത്തെ ഇന്നലത്തെ മീറ്റിംഗ് ആണ്. ആ വാർത്തയാണ് ഇന്ന് ഹിന്ദുവിൻ്റെ പ്രധാനപ്പെട്ട വാർത്ത. ഒപ്പം തന്നെ മാതൃഭൂമിയും മനോരമയും ഈ വാർത്ത തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതിൽ മാതൃഭൂമി മണ്ഡല പുനർനിർണയം മരവിപ്പിക്കണം എന്നുള്ള പ്രതിഷേധത്തിൻ്റെ തെക്കൻ കാറ്റ് എന്നുള്ള ഒരു പോയിൻ്റർ നൽകിക്കൊണ്ട് ഒന്നാം പേജിലെ വാർത്ത കൊടുത്തിരിക്കുന്നു. അതുപോലെ മലയാള മനോരമയും ഇതേ വാർത്ത തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ജനസംഖ്യാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ കവരാനുള്ള ഒരു കേന്ദ്ര നീക്കം, ഇതിന് പുറകിൽ ഈ ഫെഡറൽ സംവിധാനത്തിനെതിരായിട്ടുള്ള ഒരു കേന്ദ്ര നീക്കത്തിൻ്റെ മൂവാണ് ഇത് എന്നുള്ള സ്റ്റാലിൻ്റെ ഒരു പ്രസ്താവന കൂടി ഇതിനോടൊപ്പം അവർ നൽകിയിട്ടുണ്ട്, മാതൃഭൂമി നൽകിയിട്ടുണ്ട്. 25 വർഷം കൂടി തൽസ്ഥിതി തുടരണം എന്ന് മലയാള മനോരമയുടെ തലക്കെട്ടിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഒന്നാം പേജിൽ നമുക്ക് അറിയാവുന്നതുപോലെ IPLൻ്റെ ആദ്യ ദിവസമായിരുന്നു. അതിൻ്റെ പടം സഹിതമുള്ള വാർത്ത അവർ കൊടുത്തിരിക്കുന്നു. മാതൃഭൂമിയിൽ 10,000 കോടിയുടെ മണൽ പുഴയിൽ നിന്ന് വാരാമെന്നുള്ളൊരു വാർത്ത കൊടുത്തിട്ടുണ്ട്. മറ്റൊരു കൗതുകകരമായിട്ടുള്ളതും ഒരുപക്ഷെ ഈ ദിവസങ്ങളിൽ ഏറ്റവും അധികം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത്, നമുക്കറിയാം യശ്വന്ത് വർമ്മ, ഡൽഹി ഹൈക്കോടതി ജസ്റ്റിസായിട്ടുള്ള യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്ന് പിടിച്ച കോടികളുടെ പണം, നോട്ടുകെട്ടുകൾ അവിടെ പിടിച്ചതിനെക്കുറിച്ചുള്ള ഒരു വാർത്തയാണ്. അത് സംബന്ധിച്ച് വലിയ വിവാദം പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഹിന്ദുവിൻ്റെ ഒന്നാം പേജിൽ നേരത്തെ സുപ്രീം കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസായിട്ടുള്ള രമണ, അദ്ദേഹത്തിൻ്റെ NV രമണയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവർ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്നു. സിറ്റിസൺസ് ആർ ലോസിങ് ട്രസ്റ്റ് ഇൻ ഇന്ത്യൻ ജുഡീഷ്യറി എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ഇതൊരു വലിയ പ്രസക്തമായ കാര്യമാണ്. കാരണം ഹൈക്കോടതി അഭിഭാഷകർ ഉൾപ്പെടെ, അല്ലെങ്കിൽ സുപ്രീം കോടതിയിലെ ഹൈക്കോടതിയിലെ അഭിഭാഷകർ, ഗവൺമെൻറ് ലീഡർമാർ, ജഡ്ജിമാർ അടക്കം, സുപ്രീം കോടതിയിൽ ന്യായാധിപന്മാർ ഉൾപ്പെടെ ചില വ്യക്തികൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങളുടെ പുകമറയിലോ അല്ലെങ്കിൽ ആരോപണങ്ങളിലോ നിൽക്കുന്ന ഒരു സമയത്ത് ഒരു വിശ്വാസ്യത നഷ്ടം സംഭവിക്കുന്നു എന്നുള്ള തരത്തിലേക്കുള്ള ഒരു പ്രസ്താവന മുൻ ചീഫ് ജസ്റ്റിസ് തന്നെ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു വാർത്ത ഏറ്റവും നികുതി പരിഷ്കരണവും നികുതിയുമായി ബന്ധപ്പെട്ട് മാതൃഭൂമി നൽകിയിരിക്കുന്ന ഒരു വാർത്തയാണ്. അതായത് വാഹനങ്ങളുടെ ഹരിത നികുതി ഖജനാവിന് 100 കോടി കിലുക്കം എന്ന് പറയുന്ന ഒരു വാർത്ത മാതൃഭൂമിയുടെ ഉൾപേജിൽ, മൂന്നാം പേജിൽ കൊടുത്തിട്ടുണ്ട്. പഴയ വാഹനം ഉപയോഗം നിരുത്സാഹപ്പെടുത്താൻ ചുമത്തുന്ന ഹരിത നികുതിയിലൂടെ കേരളം നേടിയത് 100 കോടിയിലധികം രൂപ എന്നുള്ളതാണ്. ഇതൊരു രസകരമായ വാർത്തയാണ്. ബാക്കി ഈ പറയുന്ന പോലെ ജസ്റ്റിസ് വർമ്മയുടെ വീട്ടിൽ നിന്നുള്ള നോട്ടുകെട്ടുകൾ കണ്ടെത്തിയ വാർത്ത എല്ലാ പത്രങ്ങളും നൽകിയിട്ടുണ്ട്. ഈ നികുതിയുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത ഇന്ന് മലയാള മനോരമയിൽ നമുക്ക് കാണാം. അതായത്
വകുപ്പുകളെ മുറുക്കി ധനവകുപ്പ് എന്നുള്ളതാണ്. ചെലവ് ചുരുക്കൽ, ആവശ്യമില്ലാത്ത പദ്ധതികൾ ഒഴിവാക്കാൻ നിർദ്ദേശം. സംസ്ഥാനത്ത് സാമ്പത്തിക നടപടിയുടെ ഭാഗമായിട്ട്, അതായത് സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നു എന്നുള്ള രീതിയിൽ അതിനുള്ള മറ്റു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ച് ബാലഗോപാലിൻ്റെ വകുപ്പിൽ നിന്നുള്ള നിർദ്ദേശം എന്നുള്ള രീതിയിലുള്ള വാർത്ത നൽകിയിരിക്കുന്നു. ഇന്നത്തെ മറ്റൊരു പ്രധാന വാർത്ത എന്ന് പറയുന്നത് വിനോദ് കുമാർ ശുക്ലയ്ക്ക് ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ചതാണ്. മാധ്യമം ഉൾപ്പെടെ, അല്ലെങ്കിൽ മാതൃഭൂമി, മനോരമ ഉൾപ്പെടെ എല്ലാവരും ആ വാർത്ത നൽകിയിട്ടുണ്ട്. ജ്ഞാനപീഠ പുരസ്കാരം എന്നുള്ളത് അദ്ദേഹത്തിന് 12ാമത്തെ ഹിന്ദി സാഹിത്യകാരനാണ് ജ്ഞാനപീഠം നേടുന്നത് എന്നത് മാത്രമല്ല, ഛത്തീസ്ഗഡിൽ നിന്നുള്ള ആദ്യത്തെ എഴുത്തുകാരനാണ് ഈ പുരസ്കാരം നേടുന്നതെന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. മാതൃഭൂമിയിൽ ഒരു രസകരമായ വാർത്തയുള്ളത്, ഒപ്പം തന്നെ മാതൃഭൂമിയിലുള്ള ഒരു രസകരമായ വാർത്ത ഫിസിക്സ് ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ടുള്ളൊരു വാർത്തയാണ്. ഒപ്പം തന്നെ മാതൃഭൂമിയിൽ മറ്റൊരു വാർത്ത കൂടിയുണ്ട്. അതായത് പൊറോട്ടയുടെ ഖ്യാതിയുമായി ബന്ധപ്പെട്ടൊരു വാർത്ത മാതൃഭൂമി നൽകിയിട്ടുണ്ട്. അതുപോലെ KPSC എന്ന് പറയുന്ന നാടക പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഇന്നത്തെ സൺഡേ, മാധ്യമത്തിൻ്റെ സൺഡേയിൽ KPSCയുടെ മലയാളം നാടകം കണ്ട 3/4 നൂറ്റാണ്ട് എന്നുള്ള ഒരു സൺഡേ ഫീച്ചർ മാധ്യമം നൽകിയിരിക്കുന്നു. ഇത് നമ്മൾ ഒരുപക്ഷെ ലോക തിയേറ്റർ ദിനമായിട്ടുള്ള മാർച്ച് 27 മലയാളത്തിൻ്റെ നാടക സംസ്കാരം തിരുത്തിക്കുറിച്ച KPSCയുടെ 3/4 നൂറ്റാണ്ടിൻ്റെ ചരിത്രവും വർത്തമാനവും എന്നുള്ള ഒരു പ്രത്യേക വാചകത്തോടു കൂടിയാണ് അവർ KPSCയുടെ മലയാളം നാടകം കണ്ട 3/4 നൂറ്റാണ്ട്. KPSC നമുക്ക് വിസ്മരിക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമായിരുന്നില്ല കേരളത്തിൻ്റെ ഒരു സാമൂഹിക നവോത്ഥാന ചരിത്രത്തിൽ. അതുപോലെ പത്രങ്ങളിൽ, മാധ്യമം ഉൾപ്പെടെ എല്ലാ പത്രങ്ങളും തന്നെ നൽകിയിട്ടുള്ള മറ്റൊരു വാർത്ത ജോർജ് ഫോർമാൻ്റെ വിയോഗവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഓർമ്മയുടെ ഇതിഹാസം എന്നാണ്, ഓർമ്മക്കൂട്ടിൽ ഇതിഹാസം എന്നാണ് മാധ്യമം അതിന് നൽകിയിരിക്കുന്ന തലക്കെട്ട്. അതിലെ പഴയ, നമുക്കറിയാം, വളരെ പ്രശസ്തമായ മുഹമ്മദ് അലിയെ നേരിടുന്ന ജോർജ് ഫോർമാൻ്റെ ചിത്രം സഹിതം US ഇതിഹാസ ബോക്സർ ജോർജ് ഫോർമാൻ വിടവാങ്ങി എന്നുള്ള ഒരു വാർത്ത, വളരെ പ്രധാനപ്പെട്ടൊരു വാർത്ത ഇന്ന് എല്ലാ മാധ്യമങ്ങളും നൽകിയിട്ടുണ്ട്. അതുപോലെയുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ദേശാഭിമാനിയുടെ വാർത്തയാണ്. അതായത് കൊച്ചിയിൽ നിന്ന് ഹൈഡ്രജൻ വിമാനവും പറന്നുയരും എന്ന് പറഞ്ഞ് ദേശാഭിമാനിയുടെ ഒരു വാർത്ത. അതായത് സിയാൽ അന്താരാഷ്ട്ര വിമാനത്താവളം പുതിയൊരു കുതിപ്പിന് തയ്യാറെടുക്കുന്നു. ഇവിടെ നിന്ന് ഹൈഡ്രജൻ ഇന്ധനമാക്കിയുള്ള ചെറുവിമാനങ്ങൾ പറന്നുയരും എന്നൊരു വാർത്തയാണ് ദേശാഭിമാനി നൽകിയിരിക്കുന്നത്. അതിൽ തന്നെ വളരെ രസകരമായൊരു വാർത്ത, ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരുപക്ഷെ എല്ലാ മാധ്യമങ്ങളും ശ്രദ്ധിച്ചതോ അല്ലെങ്കിൽ വായനക്കാർ ശ്രദ്ധിച്ചതോ ഇത് ചർച്ച ചെയ്യേണ്ടതോ ആയൊരു വാർത്തയാണെന്ന് തോന്നിയൊരു കാര്യം, മലയാള മനോരമ കഴിഞ്ഞ ദിവസം നൽകിയ CPIM-ൻ്റെ AKG സെൻറ്റർ, പുതിയ ആസ്ഥാന മന്ദിരം, തലസ്ഥാനത്തെ ആസ്ഥാന മന്ദിരത്തിൻ്റെ വാർത്ത ഇന്നലെ മലയാള മനോരമ നൽകിയപ്പോൾ അതിലൊരു പ്രത്യേക ബോക്സ് അവർ നൽകിയിരുന്നു. ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്, വിശേഷ ദിവസമാണ്, 10-ാം ഉദയം എന്നൊക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ദിവസം. ആ ദിവസത്തിൻ്റെ പ്രത്യേകതയാണ്, എന്താ പറയുക, വിശ്വാസപരമായിട്ടൊരു പ്രധാനപ്പെട്ട ദിവസമാണ്. ആ ദിവസത്തിലേക്കാണ് ഈ AKG സെൻറ്ററിൻ്റെ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത് എന്നുള്ളൊരു തരത്തിൽ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട്. സത്യത്തിൽ CPM-നെയൊക്കെ സംബന്ധിച്ച് അവർ ജോത്സ്യനെ കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു വിശേഷ ദിവസം ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടോ ആയിരിക്കില്ല ഇങ്ങനൊരു തീരുമാനമെടുത്തത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. പക്ഷേ എന്നിട്ടും അങ്ങനൊരു വാർത്ത ബോക്സിൽ നൽകിയതിനെ ദേശാഭിമാനി വളരെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക ബോക്സ് സ്റ്റോറി അതിൽ കൊടുത്തിരിക്കുന്നു. സൺഡേ അതുപോലെ നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു രസകരമായ വാർത്തയുണ്ട്. ദിസ് വില്ലേജ് ഇൻ കർണാടക ഈസ് എ റെഡ് ഫ്ലാഗ് ഫോർ പ്രൊസ്പെക്റ്റീവ് ബ്രൈഡ്സ് എന്ന് പറയുന്നത്. ഒരു തരത്തിലുള്ള സംവിധാനങ്ങളും ഇല്ലാത്തതിനാൽ വിവാഹം നടക്കാതെ പോകുന്ന ഒരു ഗ്രാമത്തെക്കുറിച്ച് കർണാടക കൊടുത്തിരിക്കുന്നു. രസകരമായ ധാരാളം വാരാന്ത്യ പതിപ്പുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രസകരമായ ഫീച്ചറുകളുള്ളൊരു ദിവസം കൂടിയാണ് ഇന്ന് കടന്നു പോകുന്നത്. എന്തായാലും വായിക്കാൻ ഒരുപാടുണ്ട്. ഇന്ന് പ്രധാനപ്പെട്ട വാർത്തകളുള്ള ഒരു ദിവസവും കൂടിയാണ് സേതു. ശരി സനോജ്, അപ്പോൾ പത്രവാർത്തകൾ നമുക്കപ്പോൾ ഈ അടുത്ത ദിവസം വീണ്ടും കാണാം.